എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തേത് ഒരു തമിഴ് മൂവിയാണ് ഹൗസ് മേറ്റ്സ്. ദർശൻ, ആശ ചാന്ദിനി ബൈജു, കാളി വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജവേൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹൗസ് മേറ്റ്സ്. നവദമ്പതികളായ കാർത്തികും അനുവും ഒരു പഴയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നതും അവിടെ വെച്ച് വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 19 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് സീരീസ് ആണ് റാംബോ ഇൻ ലവ്. അജിത് റെഡ്ഡിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി സീരീസാണ് റാംബോ ഇൻ ലവ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി സീരീസ് ആണ് ദി ബാഡ്സ് ഓഫ് ബോളിവുഡ്. ലക്ഷ്യ, ബോബി ഡിയോൾ, ഗൗതമി കപൂർ, മനീഷ് ചൗധരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആര്യൻ ഖാൻ സംവിധാനം ചെയ്തൊരു സീരീസാണ് ദ ബാഡ്സ് ഓഫ് ബോളിവുഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 18 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. SJ ശിവയുടെ സംവിധാനത്തിൽ ഹർഷയെ കേന്ദ്ര കഥാപാത്രമായി നിർമ്മിച്ച ഒരു കോമഡി ഹൊറർ മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. സെപ്റ്റംബർ 12 സൺനെക്സ്റ്റിലൂടെ ഇത് OTT സ്ട്രീം ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് മൂവി പരധ. അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ കാന്ത്രകുലെ സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ചിത്രമാണ് പരധ. ആമസോൺ പ്രൈം വീഡിയോ വഴി ചിത്രം സെപ്റ്റംബർ 19 OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് ദ ട്രയൽ സീസൺ 2. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉമേഷ് വിസ്റ്റ് സംവിധാനം ചെയ്ത ഒരു ലീഗൽ ഡ്രാമ സീരീസാണ് ദ ട്രയൽ സീസൺ 2. സെപ്റ്റംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തമർ KV രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് സർക്കിട്ട്. മനോരമാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ. ശ്രീനാഥ് ബാസി, പ്രതാപ് പോത്തൻ, ശ്രീലക്ഷ്മി ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ റിലീസ് ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് മീശ. തമിഴ് നടൻ കതിർ, ഷൈം ടോം ചാക്കോ, ഹക്കീം ഷാജഹാൻ, സുധി കോപ്പ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC ജോസഫ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് മീശ. സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ ഇതിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു TPയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. സെപ്റ്റംബർ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പൊയ്യാമൊഴി. ജാഫർ ഇടുക്കി, നവാഗതനായ നദാനിയൽ, മീനാക്ഷി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുധി അന്ന സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് പൊയ്യാമൊഴി. ഒരു നിഗൂഢവനത്തിനുള്ളിൽ ഒരു വേട്ടക്കാരനും അവന്റെ ഇരയും ഒരുമിച്ച് നടത്തുന്ന ത്രില്ലിംഗ് യാത്രയാണ് കഥയുടെ ഇതിവൃത്തം. മനോരമാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് തേറ്റ. അമീർ നിയാസ്, M പത്മകുമാർ, ശരത് വിക്രം, അജീഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റനീഷ് യൂസഫ് നിർമ്മാണവും രചനയും സംവിധാനവും നിർവഹിച്ച ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവിയാണ് തേറ്റ. മനോരമാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.